SCRT MCQ സീരീസിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് SCRT MCQ സീരീസ് എന്ന കോഴ്സിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോഴ്സിൽ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ് തുടങ്ങിയ എല്ലാ SCRT ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തുന്നതാണ്. ഓരോ ചാപ്റ്റേഴ്സും PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം MCQസും ഉൾപ്പെടുത്തിയാണ് ചെയ്തിട്ടുള്ളത്. കാണാൻ മറക്കരുത്. വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന ചാപ്റ്ററിലെ 60 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്ക് മുകളിൽ നൽകിയേക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന താഴെ പറയുന്ന ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കാലാവസ്ഥ, അസംസ്കൃത വസ്തുക്കൾ, വിപണി, ജലം. പഠിച്ചതിന് ശേഷം നമുക്ക് ആൻസർ ചെയ്യാം. ഉൽപാദന വ്യവസായം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പഠിക്കേണ്ടത്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളും ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളും ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്നു. ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ, ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾ. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളാണ് ഭൂഘടന, കാലാവസ്ഥ, ജലം, ഊർജം, അസംസ്കൃത വസ്തുക്കൾ. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂഘടന, കാലാവസ്ഥ, ജലം, ഊർജം, അസംസ്കൃത വസ്തുക്കൾ. ഇനി ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളാണ് മൂലധനം, സംഘാടനം, വിപണി, ഗവൺമെന്റ് നയങ്ങൾ, ഗതാഗതം, തൊഴിലാളികളുടെ ലഭ്യത. അപ്പോൾ ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്? മൂലധനം, സംഘാടനം, വിപണി, ഗവൺമെന്റ് നയങ്ങൾ, ഗതാഗതം, തൊഴിലാളികളുടെ ലഭ്യത. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന താഴെ പറയുന്ന ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിപണിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. വിപണിയാണ് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളിൽ താഴെ തന്നിരിക്കുന്നതിൽ ഉൾപ്പെടാത്തത്. ക്വസ്റ്റ്യൻ: ഗവൺമെന്റ് നയങ്ങൾ, മൂലധനം, തൊഴിലാളികളുടെ ലഭ്യത എന്നിവ വ്യവസായ വിതരണത്തെ സ്വാധീനിക്കുന്ന ഏത് വിഭാഗം ഘടകങ്ങൾക്ക് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളാണ് എന്തൊക്കെ? മൂലധനം, തൊഴിലാളികളുടെ ലഭ്യത, ഗവൺമെന്റ് നയങ്ങൾ എന്നിവ. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1. വ്യവസായശാലകൾക്ക് ആവശ്യമായ ഊർജവും ജലവും ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളാണ്. 2. ഗതാഗത സൗകര്യവും സംഘടനയും ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഏതാണ് ശരി? ഇവിടെ 1ഉം 2ഉം ശരിയാണ്. വ്യവസായശാലകൾക്ക് ആവശ്യമായ ഊർജവും ജലവും ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളാണ്. ഇനി ഗതാഗത സൗകര്യവും സംഘടനയും ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളിലാണ് ഉൾപ്പെടുന്നത്. ക്വസ്റ്റ്യൻ: ജംഷഡ്പൂരിലെ ടാറ്റ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് ടിസ്കോയ്ക്ക് ആവശ്യമായ ജലം പ്രധാനമായി ലഭിക്കുന്നത് ഏതെല്ലാം നദികളിൽ നിന്നാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടിസ്കോയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സുവർണരേഖ നദിയിലും ഖർഖായ് നദിയിൽ നിന്നുമാണ് ആവശ്യമായ ജലം ലഭിക്കുന്നത്. ഇനി മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഇരുമ്പയിര് ഇവയൊക്കെ എന്താണ്? ധാതുക്കളാണ്. ഇനി കൽക്കരി ലഭിക്കുന്നത് ദാമോദർ നദീതടത്തിലെ ചാറിയ കൽക്കരി ഖനികളിൽ നിന്നാണ് കൽക്കരി ലഭിക്കുന്നത്. ദാമോദർ നദീതടത്തിലെ ചാറിയ കൽക്കരി ഖനികളിൽ നിന്നാണ് കൽക്കരി ലഭിക്കുന്നത്. ഇനി ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? റെയിൽവേ ലൈനാണ്. കൊൽക്കത്തയും മുംബൈയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മനസ്സിലായല്ലോ. ചിത്രത്തിൽ നിന്നും ടാറ്റ ഇരുമ്പുരുക്ക് ശാലയെ സ്വാധീനിച്ച ഘടകങ്ങൾ കണ്ടെത്തുക എന്നൊരു ക്വസ്റ്റ്യൻ ചാപ്റ്ററിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ജലലഭ്യത. ഏതൊക്കെ നദികളാണ്? സുവർണരേഖ നദി, ഖർഖായ് നദി. സുവർണരേഖ നദിയിൽ നിന്നും ഖർഖായ് നദിയിൽ നിന്നും ടിസ്കോയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം ലഭിക്കുന്നു. ഇനി തുറമുഖ സാമീപ്യം. കൊൽക്കത്ത തുറമുഖം 250 കിലോമീറ്ററിനുള്ളിലാണെന്ന് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. കൊൽക്കത്ത തുറമുഖം 250 കിലോമീറ്ററിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി വിപണി ഏതൊക്കെയാണ്? കൊൽക്കത്തയും മുംബൈയുമാണ് വിപണികൾ. വിപണി കൊൽക്കത്ത, മുംബൈ. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല് എന്നിവ വളരെ കുറഞ്ഞ ദൂരപരിധിക്കുള്ളിൽ ലഭ്യമാകുന്നത് ഉൽപാദന ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇനി കൽക്കരി ലഭ്യത. കൽക്കരി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ദാമോദർ നദീതടത്തിലെ ചാറിയ കൽക്കരി ഖനികളിൽ നിന്നാണ് ആവശ്യമായിട്ടുള്ള കൽക്കരി ലഭിക്കുന്നത്. ഗതാഗത സൗകര്യം. കൊൽക്കത്തയെയും മുംബൈയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റെയിൽവേ ശൃംഖല
ഈ ലൈൻ ഇവിടെ വ്യക്തമായിട്ട് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മുംബൈ കൊൽക്കത്തയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ജംഷഡ്പൂരിലെ ടാറ്റ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് ആവശ്യമായ ജലം പ്രധാനമായി ലഭിക്കുന്നത് ഏതെല്ലാം നദികളിൽ നിന്നാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സുബർണ രേഖ ഖർഖായ് നദികളിൽ നിന്നാണ് ജംഷഡ്പൂരിലെ ടാറ്റ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് ആവശ്യമായ ജലം പ്രധാനമായി ലഭിക്കുന്നത്. ടിസ്കോയ്ക്ക് ആവശ്യമായ കൽക്കരി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ചാറിയയിൽ നിന്നാണ് ടിസ്കോയ്ക്ക് ആവശ്യമായ കൽക്കരി ലഭിക്കുന്നത്. ഉൽപാദന വ്യവസായങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ച മൂലം ഉണ്ടാകുന്ന ഒരു പ്രധാന സാമൂഹിക പ്രശ്നം താഴെ പറയുന്നവയിൽ ഏതാണ്? വായു മലിനീകരണം, ചേരികളുടെ രൂപീകരണം, നദികളിലെ രാസമാലിന്യങ്ങൾ, ആഗോളതാപനം. പഠിച്ചതിന് ശേഷം ആൻസർ ചെയ്യാം. ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ പോലുള്ള ഉൽപാദന വ്യവസായങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായതിനോടൊപ്പം നിരവധി സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ശീതള പാനീയ വ്യവസായം ജലദൗർലഭ്യം രൂക്ഷമാക്കുന്നു. അപ്പോൾ ഇതെന്താണ്? ഇതൊരു പാരിസ്ഥിതിക പ്രശ്നമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചേരികളിലൊന്ന് മുംബൈ നഗരത്തിൽ, ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചേരികളിലൊന്ന് മുംബൈ നഗരത്തിൽ പുക നിറഞ്ഞ് ഡൽഹി ജനജീവിതം ദുസ്സഹമാകുന്നു. ഇതും ഒരു പരിസ്ഥിതി പ്രശ്നമാണ്. വിഷലിപ്തമായ യമുന നദി, ഇതും പരിസ്ഥിതി പ്രശ്നമാണ്. അപ്പം മുകളിൽ കൊടുത്ത വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിച്ചല്ലോ. ഇതൊക്കെ പ്രശ്നങ്ങളാണ് ഇവയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഉൽപാദന വ്യവസായങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ച മൂലം ഉണ്ടാകുന്ന ഒരു പ്രധാന സാമൂഹിക പ്രശ്നം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. ചേരികളുടെ രൂപീകരണമാണ് സാമൂഹിക പ്രശ്നം. ബാക്കി എന്താണ്? പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. വായു മലിനീകരണം, നദികളിലെ രാസമാലിന്യങ്ങൾ, ആഗോളതാപനം. ക്വസ്റ്റ്യൻ: വായു, ജലം, മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ ഗുണങ്ങളിലുണ്ടാകുന്ന ദോഷകരമായ മാറ്റങ്ങളെ വിളിക്കുന്ന പേരെന്ത്? പരിസ്ഥിതി വ്യതിയാനം, മലിനീകരണം, ഹരിതഗൃഹ പ്രഭാവം, ആഗോളതാപനം. പഠിച്ചതിന് ശേഷം ആൻസർ ചെയ്യാം. മലിനീകരണം വായു, ജലം, മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ സ്വഭാവ സവിശേഷതകളിലെ അനഭിലഷണീയമായ മാറ്റമാണ് മലിനീകരണം. മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ മലിനീകരണത്തിന് കാരണമാകുന്നു. ഇത് ഭൂമിയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയായി തീരുകയും പരിസ്ഥിതിയുടെ പുനരുജ്ജീവന ശേഷിയെ ബാധിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി മലിനീകരണമാണ്. വായു, ജലം, മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ ഗുണങ്ങളിൽ ഉണ്ടാകുന്ന ദോഷകരമായ മാറ്റങ്ങളെ വിളിക്കുന്നത് എന്താണ്? മലിനീകരണം. ക്വസ്റ്റ്യൻ: വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്നതും വായു മലിനീകരണത്തിന് കാരണമാകുന്നതുമായ പ്രധാന വിഷവാതകങ്ങൾ ഏതെല്ലാം? ഓക്സിജൻ, നൈട്രജൻ, ആർഗോൺ, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ, ഹീലിയം, നിയോൺ, ക്രിപ്റ്റോൺ, ഹൈഡ്രജൻ, ഓസോൺ, വാട്ടർ വേപ്പർ. വിവിധ തരം മലിനീകരണങ്ങൾ. വായു മലിനീകരണം വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങളായ സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ എന്നിവ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. ഏതൊക്കെ വാതകങ്ങളാണ്? സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ എന്നീ വിഷവാതകങ്ങളാണ് അന്തരീക്ഷത്തെ മലിനമാക്കുന്നത്. ഇത് പ്രകൃതിക്കും മനുഷ്യാരോഗ്യത്തിനും ഗുരുതരമായ ഭീഷണി സൃഷ്ടിക്കുന്നു. ജലമലിനീകരണം വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം, രാസവ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷാംശങ്ങൾ തുടങ്ങിയവ നദികളെയും തടാകങ്ങളെയും മറ്റ് ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്നു. ഇത് ജലജീവികളെയും മനുഷ്യരെയും ഹാനികരമായി ബാധിക്കുന്നു. മണ്ണ് മലിനീകരണം വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, ഈ വേസ്റ്റ് തുടങ്ങിയവ മണ്ണിന്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്തുന്നു. ഇത് കാർഷിക മേഖലയെയും പരിസ്ഥിതിയെയും ദോഷകരമായിട്ട് ബാധിക്കുന്നു. ശബ്ദ മലിനീകരണം വ്യവസായശാലകളിൽ നിന്നും പുറത്തു വരുന്ന അമിതമായ ശബ്ദം പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. നമുക്ക് ആൻസർ നോക്കാം. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്നതും വായു മലിനീകരണത്തിന് കാരണമാകുന്നതുമായ പ്രധാന വിഷവാതകങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായി ജോഡി ചേർത്തിരിക്കുന്നത് ഏതെല്ലാം? ഒന്ന്, രാസവ്യവസായശാലകളിലെ വിഷാംശങ്ങൾ, ജലമലിനീകരണം, അത് ശരിയാണ്. യന്ത്രങ്ങളിൽ നിന്നുള്ള അമിതമായ ഒച്ച, ശബ്ദ മലിനീകരണം, അതും ശരിയായിട്ടുള്ളതാണ്. ഈ വേസ്റ്റ്
വായു മലിനീകരണം. അത് തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ മാത്രം ശരിയാണ്. അപ്പോൾ രാസവ്യവസായശാലകളിലെ വിഷാംശങ്ങൾ ജലമലിനീകരണമാണ്. യന്ത്രങ്ങളിൽ നിന്നുള്ള അമിതമായ ഒച്ച ശബ്ദ മലിനീകരണമാണ്. ഇ വേസ്റ്റ് എന്ന് പറയുന്നത് മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്നതാണ്. ഇ വേസ്റ്റ് മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്നതാണ്. ക്വസ്റ്റ്യൻ: താഴെ നൽകിയിരിക്കുന്നവയിൽ വിഭവ ശോഷണത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? വനനശീകരണം, ജലസ്രോതസ്സുകളുടെ ശോഷണം, മണ്ണൊലിപ്പും ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടലും, സാമൂഹിക വനവൽക്കരണം. പഠിച്ചതിന് ശേഷം ആൻസർ ചെയ്യാം. വിഭവ ശോഷണം: ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യവസായശാലകളിലെ വിഭവങ്ങളുടെ അശാസ്ത്രീയമായ ഉപയോഗം വിഭവ ശോഷണത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. വനനശീകരണം, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടൽ, ജലസ്രോതസ്സുകളുടെ ധാതുസ്രോതസ്സുകളുടെയും ശോഷണം തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. നമുക്ക് ആൻസർ ചെയ്യാം. സാമൂഹിക വനവൽക്കരണമാണ്. വിഭവ ശോഷണത്തിന് ഉദാഹരണമല്ലാത്തത് ഇവിടെ സാമൂഹിക വനവൽക്കരണമാണ്. അപ്പോൾ വനനശീകരണം, ജലസ്രോതസ്സുകളുടെ ശോഷണം, മണ്ണൊലിപ്പും ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടലും ഇതെന്താണ്? വിഭവ ശോഷണത്തിന് ഉദാഹരണമാണ്. അതായത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വ്യവസായശാലകളിലെ വിഭവങ്ങളുടെ അശാസ്ത്രീയമായ ഉപയോഗം വിഭവ ശോഷണത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. വനനശീകരണം, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടൽ, ജലസ്രോതസ്സുകളുടെയും ധാതുസ്രോതസ്സുകളുടെയും ശോഷണം തുടങ്ങിയവയാണ് വിഭവ ശോഷണത്തിന് ഉദാഹരണം. അപ്പോൾ വനനശീകരണം, ജലസ്രോതസ്സുകളുടെ ശോഷണം, മണ്ണൊലിപ്പും ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടലും ഇതൊക്കെ വിഭവ ശോഷണത്തിലാണ് വരുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ: വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം ചില പ്രദേശങ്ങൾ മാത്രം വ്യാവസായികമായി വികസിക്കുന്ന പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? സുസ്ഥിര വികസനം, നഗരവൽക്കരണം, പ്രാദേശിക അസമത്വം, ആഗോളവൽക്കരണം. അപ്പോൾ നമുക്ക് പ്രാദേശിക അസമത്വം പഠിക്കാം. പ്രകൃതി വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണം, അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത എന്നിവ വ്യാവസായിക വികസനം ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് കാരണമാകുന്നു. ഇത്തരം പ്രദേശങ്ങളിൽ ജനങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. വ്യാവസായികമായി പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇത് പ്രാദേശിക അസമത്വത്തിന് കാരണമാകുന്നു. ഇനി എന്താണ് കുടിയേറ്റം എന്ന് കൂടി പഠിക്കാം. ജനങ്ങൾ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം. വികസനം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് വികസിതമായ വ്യാവസായിക പ്രദേശത്തേക്ക് ജനങ്ങൾ തൊഴിലിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടി കുടിയേറ്റം നടത്തുന്നു. ഇതിന്റെ ഫലമായി കുടിയേറ്റം നടന്ന പ്രദേശത്ത് ജനസാന്ദ്രത വർദ്ധിക്കുന്നു. വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും മൂലം ചില പ്രദേശങ്ങൾ മാത്രം വ്യാവസായികമായി വികസിക്കുന്ന പ്രതിഭാസമാണ് എന്താണ്? പ്രാദേശിക അസമത്വം. വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും മൂലം ചില പ്രദേശങ്ങൾ മാത്രം വ്യാവസായികമായി വികസിക്കുന്ന പ്രതിഭാസമാണ് പ്രാദേശിക അസമത്വം. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ജനങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് വിളിക്കുന്നത്. അത് ശരിയാണ്. 2, വ്യാവസായിക പിന്നാക്കാവസ്ഥ പ്രാദേശിക അസമത്വത്തിലേക്ക് നയിക്കില്ല. അത് തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. വ്യാവസായിക പിന്നാക്കാവസ്ഥ പ്രാദേശിക അസമത്വത്തിന് നേരിട്ട് കാരണമാകുന്നുണ്ട്. വ്യാവസായിക പിന്നാക്കാവസ്ഥ പ്രാദേശിക അസമത്വത്തിന് നേരിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് വിളിക്കുന്നത്. വ്യാവസായിക പിന്നാക്കാവസ്ഥ പ്രാദേശിക അസമത്വത്തിന് നേരിട്ട് കാരണമാകുന്നുണ്ട്. ക്വസ്റ്റ്യൻ: നഗരവൽക്കരണത്തിന്റെ ഫലമായി ഒരു പ്രദേശത്തുണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന മാറ്റങ്ങൾ ഏതെല്ലാമാണ്? 1, നഗരങ്ങളുടെ വിസ്തൃതിയും ജനസംഖ്യയും വൻതോതിൽ വർദ്ധിക്കുന്നു. 2, സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതിക മേഖലകളിൽ ദൃശ്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന്റെയും നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുടെയും ഫലമായി നഗര വലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർധനവാണ് നഗരവൽക്കരണം. അപ്പോൾ നഗരവൽക്കരണം എന്താണ്? ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന്റെയും നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുടെയും ഫലമായി നഗര വലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർധനവാണ് നഗരവൽക്കരണം. ഇത് നഗരങ്ങളുടെ വിസ്തൃതിയും ജനസംഖ്യയും വൻതോതിൽ വർദ്ധിക്കുന്നതിനും സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മാറ്റങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. നഗരവൽക്കരണത്തിന്റെ ഫലമായി ഒരു പ്രദേശത്തുണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന മാറ്റങ്ങൾ ഏതെല്ലാമാണ്?
ഒന്ന്, നഗരങ്ങളുടെ വിസ്തൃതിയും ജനസംഖ്യയും വൻതോതിൽ വർദ്ധിക്കുന്നു. ഇത് ശരിയാണ്. രണ്ട്, സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മേഖലകളിൽ ദൃശ്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതും ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഒന്നും രണ്ടും ശരിയാണ്. ഈ വിഭവങ്ങളുടെ വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ അമിത ചൂഷണം ഒഴിവാക്കി അവയുടെ തുടർന്നുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? വിഭവ ശോഷണം, വിഭവ സംരക്ഷണം, നഗരവൽക്കരണം, വിഭവ വിതരണം. വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായ ചൂഷണം ഒഴിവാക്കി വിഭവ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനെയാണ് വിഭവ സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായ ചൂഷണം ഒഴിവാക്കി വിഭവ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനെയാണ് വിഭവ സംരക്ഷണം എന്ന് പറയുന്നത്. ഭാവി തലമുറയ്ക്കായി വിഭവങ്ങൾ സംരക്ഷിക്കുക, പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, പ്രകൃതിയിലും മനുഷ്യരിലും ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കുക എന്നിവയാണ് വിഭവ സംരക്ഷണത്തിന്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ വിഭവ സംരക്ഷണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഭാവി തലമുറയ്ക്കായി വിഭവങ്ങൾ സംരക്ഷിക്കുക, പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, പ്രകൃതിയിലും മനുഷ്യരിലും ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കുക എന്നിവയാണ് വിഭവ സംരക്ഷണത്തിന്റെ ലക്ഷ്യങ്ങൾ. ഈ പ്രധാന വിഭവ സംരക്ഷണ മാർഗങ്ങൾ എന്തെല്ലാമെന്ന് പരിചയപ്പെടാം. വിഭവങ്ങളുടെ പുനരുപയോഗം, ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, വനസംരക്ഷണം എന്നിവയാണ് പ്രധാന വിഭവ സംരക്ഷണ മാർഗങ്ങൾ. വിഭവങ്ങളുടെ വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ അമിത ചൂഷണം ഒഴിവാക്കി അവയുടെ തുടർന്നുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വിഭവ സംരക്ഷണമാണ്. ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നവയിൽ വിഭവ സംരക്ഷണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? ഒന്ന്, ഭാവി തലമുറയ്ക്കായി വിഭവങ്ങൾ നിലനിർത്തുക. അത് ശരിയാണ്. രണ്ട്, പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുക. ശരിയാണ്. മൂന്ന്, പ്രകൃതിയിലും മനുഷ്യരിലും വിഭവ ചൂഷണം ഉണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കുക. ഇതും ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ഇവ ശരിയാണ്. ക്വസ്റ്റ്യൻ, ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനം. ഈ വികസന മാതൃക അറിയപ്പെടുന്നത് ഏത് പേരിൽ? സാമ്പത്തിക വികസനം, സുസ്ഥിര വികസനം, സമഗ്ര വികസനം, വ്യാവസായിക വികസനം. അപ്പോൾ ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. അപ്പോൾ സുസ്ഥിര വികസനത്തിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കണ്ടത്. ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് എന്ത്? സുസ്ഥിര വികസനം. പരിസ്ഥിതിയുടെ ക്ഷേമവും ജനങ്ങളുടെ ജീവിത നിലവാരവും തമ്മിലുള്ള സന്തുലനാവസ്ഥയിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാം. വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക, ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങൾ. എന്തൊക്കെയാണ്? വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക, ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങൾ. 2030 സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ 2015 മുന്നോട്ട് വച്ച 17 ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ഓർത്തു വയ്ക്കണം, ഐക്യരാഷ്ട്രസഭ 2015 മുന്നോട്ട് വച്ച 17 ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ക്വസ്റ്റ്യൻ നോക്കാം. ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനം. ഈ വികസന മാതൃക അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ആൻസർ ഓപ്ഷൻ ബി, സുസ്ഥിര വികസനമാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്ന്, ഐക്യരാഷ്ട്രസഭ 2015 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വച്ചത്. ഇത് ശരിയാണ്. രണ്ട്, ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന അന്തിമ വർഷം 2030 അതും ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. ക്വസ്റ്റ്യൻ, സുസ്ഥിര വികസനത്തിലേക്ക് എത്തിച്ചേരാൻ സൂചിപ്പിക്കുന്ന പ്രധാന മാർഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? എ, വിഭവങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. ശരിയാണ്. പുനരുപയോഗം, പുനഃചംക്രമണം, മുകളിൽ നൽകിയിരിക്കുന്നവയെല്ലാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. വിഭവങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗം, പുനഃചംക്രമണം എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് വേണ്ട പ്രധാന മാർഗങ്ങളിൽ ഉൾപ്പെടുന്നത്. വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന ചാപ്റ്ററിലെ 60 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ജോഗ്രഫിയിലെ SCERT ചാപ്റ്റേഴ്സ് SCERT ജോഗ്രഫി എന്ന പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാണുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്